ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 26 നമ്മുടെ സഹോദരന്മാർ അവർ അതിക്രൂരമായി കാശ്മീരിൽ കൊല ചെയ്യപ്പെട്ടു. അതിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനെതിരെ അതിൻ്റെ സെക്യൂരിറ്റി വ്യവസ്ഥയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ട്. പക്ഷെ ഇപ്പോൾ പറയേണ്ട കാര്യമല്ല, അത് നമുക്ക് നാളെ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പോൾ ആ ശക്തികൾക്കെതിരെ ശക്തമായി പോരാടാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഏറ്റവും അധികം പരിഷ്കരണവും അതേ സമയത്ത് പഴയതിനെയും പുതിയതിനെയും സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പോഴും സംസ്കരിച്ചിട്ടില്ല. കേരള സർക്കാരിൻ്റെ ദുഃഖാചരണം ഇന്നലെയായിരുന്നു. ഇപ്പോൾ ഒരു ഭാഗത്ത് 26 പേർ മരിച്ചു കിടക്കുന്നു, മറുഭാഗത്ത് പോപ്പ് റോമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇതിൻ്റെ ഇടയിലും കേരളം ഭരിക്കുന്നവർ ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ഇത്രയും മാമാങ്കമായി നടത്തേണ്ടിയിരുന്നോ എന്ന് അവരൊന്ന് ചിന്തിക്കണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നുള്ളൂ. സർക്കാരിൻ്റെ വാർഷികത്തിനും ഇന്നലെ അവധി ഉണ്ടായില്ല. ഔദ്യോഗിക ദുഃഖാചരണം ഇന്നലെയായിരുന്ന ദിവസം തന്നെ ദുഃഖാചരണത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി സ്വന്തം പാർട്ടി ഓഫീസ് ആർഭാടത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ദിവസമായിരുന്നോ ഇന്നലെ എന്ന് വിവരമുള്ള അവരുടെ പാർട്ടിക്കാർ ചിന്തിക്കണം എന്ന് മാത്രം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.